നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകുന്നതിനിടെ ഇന്ന് വീക്ഷണം ദിനപത്രത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഒരു മുഖപ്രസംഗം അച്ചടിച്ചു വരുന്നു. ആ മുഖപ്രസംഗത്തിലെ 2 വരികൾ ഇങ്ങനെയാണ്: 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂര്യനെല്ലി പീഡന കേസായിരുന്നു CPM-ന്റെ തുറുപ്പുചീട്ട്. CPM കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഇരവേഷം കെട്ടിച്ച് നാടുനീള പ്രചാരണം നടത്തി മോശക്കാരിയായി ചിത്രീകരിക്കാൻ CPM-ന് യാതൊരു മനസാക്ഷി കുത്തും ഉണ്ടായില്ല. ഇങ്ങനെ തുടങ്ങി ഐസ്ക്രീം പാർലർ കേസ് വഴി ഏതൊക്കെ സ്ത്രീ പീഡന കേസുകൾ കോൺഗ്രസിനെതിരെ CPM ഉന്നയിച്ചു എന്നൊക്കെയാണ് വിശദമായി പറയുന്നത്. അതിൻ്റെ ആ ഗൂഢാലോചന പരമ്പരയിലെങ്ങിയ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നൊരു മുഖപ്രസംഗം എന്ന് വീക്ഷണം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് പരിശോധിക്കുമെന്നൊക്കെ KPC അധ്യക്ഷൻ പറയുമ്പോഴും 3 പതിറ്റാണ്ട് മുമ്പ് നടന്ന സൂര്യനെല്ലി പീഡന കേസിലെ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതാൻ, അങ്ങനെ മുഖപ്രസംഗം എഴുതി രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് മുഖപത്രത്തിന് ഒരു മടിയുമില്ല എന്നുള്ളത് അത്ഭുതമുളവാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളിൽപ്പെട്ടവനല്ല എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും എന്താണ് കോൺഗ്രസ്സുകാരുടെ ഉള്ളിലിരിപ്പ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വീക്ഷണം മുഖപത്രത്തിൽ വന്ന ഈ മുഖപ്രസംഗം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഹുലിനെ കൈവിട്ടിട്ടുണ്ടോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് വസന്ത് തെങ്ങുംപള്ളി, CPM വക്താവ് AK ഷാനിബ്, നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ. ആദ്യം വസന്തിലേക്ക്. വസന്ത്, ഈ മുഖപ്രസംഗം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. വീക്ഷണത്തിൻ്റെ പേപ്പറിൽ വെബ്സൈറ്റിലൊക്കെ ആ മുഖപ്രസംഗം ഇപ്പോഴും ഉണ്ട്. അതായത് സൂര്യനെല്ലി പെൺകുട്ടി ഒരു CPM കാരിയായിരുന്നുവെന്നും അവരെ ഇരയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് CPM ചെയ്തതെന്നുമാണ് പറയുന്നത്. ആ കേസിൻ്റെ ഗതി എന്തായെന്ന് പിന്നീട് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? 3 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു ഇരയെ അപമാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. ജിംസ്, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് വീക്ഷണം പത്രത്തിന് മേൽ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട് എന്നത് ഇപ്പോൾ ദേശാഭിമാനിയുടെ മേൽ CPM-നുള്ളതുപോലെ മറ്റേതെങ്കിലും പാർട്ടി പത്രങ്ങൾ ഉള്ള പോലെ പൂർണ്ണമായൊരു കൺട്രോളിലൊന്നുമല്ല. അതിൻ്റെ എഡിറ്റോറിയൽ പാർട്ടിയെ കാണിച്ച് പാർട്ടിയുടെ അനുവാദം മേടിച്ച് ഒന്നുമല്ല പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട PCC-യുടെ അധ്യക്ഷൻ അത് പരിശോധിക്കുമെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും പറയുന്നത്. സ്വാഭാവികമായും ഞങ്ങളുടെ സ്റ്റാൻഡ്, കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് അതാണ്: തെറ്റുണ്ടെങ്കിൽ തിരുത്തും. കാരണം ഞങ്ങൾ മറ്റേ ആന്തൂർ സാജൻ്റെ ഭാര്യയെപ്പറ്റി പിറ്റേ ദിവസം അവിഹിത കഥ എഴുതി അതുകൊണ്ടാണ് ആന്തൂർ സാജൻ മരിച്ചുപോയത് എന്ന് ദേശാഭിമാനിയിൽ എഴുതി വെച്ചിട്ട് ഇതാ മാസം 1 വർഷങ്ങളോളം കഴിയുന്നു, എന്നിട്ടും തിരുത്താത്ത പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ വീക്ഷണത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ, വീക്ഷണത്തിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും മണിക്കൂറായിട്ടും രാവിലെ പത്രം ഇറങ്ങി ഈ സമയമായിട്ടും അതിൽ തെറ്റുണ്ടെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടില്ല, അതിൽ തെറ്റുണ്ടെന്ന് വീക്ഷണം തിരിച്ചറിഞ്ഞിട്ടില്ല, അതിൽ തിരുത്തിയിട്ടില്ല, ഒരു മാപ്പും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതവിടെ നിലനിൽക്കുകയാണ്. വസന്തിന് പോലും തോന്നുന്നില്ല അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതല്ല, ആ മുഖപ്രസംഗത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് വസന്തിന് പോലും തോന്നുന്നില്ല. അല്ല അജിംസ്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, വ്യക്തിപരമായ അഭിപ്രായം പറയാനല്ലല്ലോ ഞാനുള്ളത്. ഞാൻ പാർട്ടിയുടെ അഭിപ്രായമല്ലേ പറയാം. അപ്പോൾ വളരെ കൃത്യമായി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാപരമായ ചില ചട്ടക്കൂടുകളുണ്ട്. ആയതിൽ കൂടെ അത് പരിശോധിച്ച് അതിൽ തെറ്റുണ്ടെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തിരുത്തും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ ആന്തൂർ സാജൻ്റെ ഭാര്യയെ പറ്റി എഴുതിയതിനെപ്പറ്റി, മറിയക്കുട്ടിച്ചേടത്തിയെ പറ്റി എഴുതിയതിനെപ്പറ്റി. മറിയക്കുട്ടിച്ചേടത്തിയുടെ ബാല്യകാലത്ത് അവർ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏതോ ഒരു കൂട്ടുകാരുമായി കളിക്കാൻ പോയ, ഏത് മണ്ണപ്പൻ ചുട്ട് കളിക്കാൻ പോയ കഥ തൊട്ട് അവർ 90-ാമത്തെ വയസ്സ് വരെ ചിക്കിച്ചികഞ്ഞെഴുതിയ ദേശാഭിമാനി അങ്ങ് മറന്നുപോയോ? അവരെ പോലെയൊന്നും ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കില്ലെന്നേ. തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 2, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലേക്ക് പോകുന്നു, കോടതിയുടെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയാണല്ലോ ആ നീതിന്യായ വ്യവസ്ഥ അയാളെ കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതിനൊക്കെ 5 മാസം മുമ്പാണ് കേട്ടോ ജിംസ്. ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് ഒരു വെള്ളക്കീറ് കടലാസ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷയാണ്, പക്ഷേ ആ വെള്ളക്കീറ് കടലാസിൽ പോലും പരാതി ഇല്ലാത്തൊരു കാലത്ത് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തത്, ഞങ്ങൾ അയാളെ മാറ്റി നിർത്തിയത് പാർട്ടിയുടെ ഏതെങ്കിലും ബക്കറ്റ് പിരിവ് നടത്തി കോടികളുള്ള അഭിഭാഷകരെയൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പിൽ നിർത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള സംഘടനാപരമോ രാഷ്ട്രീയപരമായോ സംരക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പ് കേരളത്തിന്റെ മനസാക്ഷിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് പാലിച്ചും പോരുന്നുണ്ട്. വീക്ഷണം മുഖപത്രം, കോൺഗ്രസിന്റെ മുഖപത്രം അയാൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്, പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ആ പിന്തുണ പോലും നിങ്ങൾക്ക് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടേ അത് തെറ്റാണെന്ന് പറയാൻ വസന്തിന് കഴിയും.
അല്ലേ? അല്ല അജിംസ്, ഞാനത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളത് തിരുത്തുമെങ്കിൽ തിരുത്തേണ്ടതായിട്ട്. അല്ല, അത് തെറ്റാണോ വസന്ത്? വസന്ത് വ്യക്തിപരമായ അഭിപ്രായം പറയണ്ട. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതുന്നത് തെറ്റാണോ? രാഹുലിനെ പിന്തുണച്ചുകൊണ്ടല്ലോ. ആ മുഖപ്രസംഗത്തിൽ കാലങ്ങളായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള CPM നടത്തുന്ന വേട്ടയാടലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സൂര്യനെല്ലി കേസിലെ ഇരയെ വേഷം കെട്ടിച്ച് CPM കൊണ്ടുവന്നതാണോ? അല്ല, 10 ലക്ഷം രൂപ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് പറയാനെന്ന് സരിദാസ്. സൂര്യനെല്ലി കേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സൂര്യനെല്ലി കേസിനെ കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് ഇത് പറയുന്നത്. ആ ഇര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വസന്ത്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച കാണുന്നുണ്ടാവും. അല്ല അജിംസ്, ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ഇരകളെ, നീതി ലഭിക്കേണ്ട ഇരകളെ ഒന്നും ഒരു തരത്തിലും, അത് സൈബർ വെട്ടികളെ കൂട്ടമാണെങ്കിൽ പോലും ആക്രമിക്കുന്നത് ശരിയല്ല എന്നും, അങ്ങനെ എടുക്കുന്ന നിലപാടുകൾ, ഒരു പോറൽ പോലും അവരുടെ മേൽ ഏൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു കേരളത്തിന്റെ പൊതുമനസാക്ഷി, അത് കമ്മ്യൂണിസ്റ്റുകളാവട്ടെ, BJPക്കാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, അവരാരും എടുത്തു പോരരുത് അത്തരത്തിലുള്ള നിലപാട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും പാർട്ടിയുടെ അഭിപ്രായവും. ഞാൻ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി വീക്ഷണത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വീക്ഷണത്തിന് അതിൻ്റെ ഒരു മാനേജിംഗ് ടീമുണ്ട്, ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട്. അവർ തിരുത്തുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പാർട്ടി തക്കതായ നടപടിയെടുക്കും. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്മേൽ മറ്റൊരു ചർച്ചയുടെ സ്കോപ്പുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ശ്രീ ഷാനിബ്, ഈ ഞങ്ങൾ പുറത്താക്കി പാർട്ടിയിൽ നിന്ന്, ഞങ്ങളുടെ ഒരു പിന്തുണയുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകരായി സമീപിക്കുന്നത് പോലും BJPക്കാരെയാണെന്നുള്ള പരാതിയുണ്ട്. കാരണം കോൺഗ്രസിൽ ധാരാളം അഭിഭാഷകരുണ്ടായിട്ടും BJPക്കാരെയാണ് അഭിഭാഷകരാക്കിയത് എന്ന പരാതി കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വീക്ഷണ മുഖപത്രത്തിൽ ഇത്തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിൽ നിന്ന് രാഹുൽ ഇറങ്ങിപ്പോയിട്ടില്ലേ? ഇവിടെ വീക്ഷണത്തിലെ മുഖപ്രസംഗം മാത്രമല്ലല്ലോ, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ കേരളത്തിൽ. UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് ചോദിക്കാൻ വീട് വീടാന്തരം കയറിയിറങ്ങിയത് ഈ പറയുന്ന സൈക്കോപാത്തായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന ഈ വ്യക്തിയല്ലേ? കേരളത്തിൽ പാലക്കാട് മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന വ്യക്തിയല്ലേ? അപ്പോൾ ഇവർ സംരക്ഷിക്കുന്നില്ല എന്നൊരു ഭാഗത്ത് പറയുകയും KPCCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ, കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സീറ്റിൽ പോലും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഇവർക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? DCCയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതുപോലെ KPCC അവിടെ ചാർജുള്ള, തെരഞ്ഞെടുപ്പിൻ്റെ ചാർജുള്ള പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ അയാളെ കാണാൻ പാടില്ല, അയാളെ മാറ്റി നിർത്തിയിട്ടില്ല, അയാൾ വോട്ട് ചോദിക്കാൻ വരും തെറ്റില്ല എന്നല്ലേ DCCയുടെ പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത്? KPCCയുടെ പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത്? അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത്, സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നാടകമാണ്. അത് വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾ പറഞ്ഞ ആ കാര്യം ഇന്ന് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഓരോ വാർത്തകളും ഓരോ തെളിവുകളും പുറത്തു വന്നതിന് ശേഷവും ഇപ്പോഴും അയാളെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഇപ്പോൾ വസന്ത് ഞാൻ വോട്ട് പിടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ വസന്ത് ഇനി പറയാൻ പോകുന്നത് അത് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല, പാർട്ടി നിയമിച്ചതല്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി നടക്കുന്ന സമയത്ത് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ക്രൂട്ടിനിയിൽ പങ്കെടുത്തത് ഈ പറയുന്ന സൈക്കോപാത്തായിട്ടുള്ള ആളല്ലേ? ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് നേരിടുന്ന ഈ വ്യക്തിയാണ് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ക്രൂട്ടിനി നടത്താൻ വേണ്ടി പോയത്. അത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ അവരുടെ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുമോ? അപ്പോൾ ഇതൊക്കെ ആരെ പൊട്ടനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആരെ വിഡ്ഢിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നുണകൾ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത്? ആര് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇയാൾക്കുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കാൻ ഇവരെന്താ പറഞ്ഞത്? ഇവർ ഒരു കീറക്കടലാസിൽ പോലും ഒരു പരാതി ഇല്ലാതെയാണല്ലോ ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്.
എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പുറത്താക്കിയത്? ഇവർ പുറത്താക്കിയ സമയത്ത് ഇവർ എന്താണ് പറഞ്ഞത്? ഒരു പരാതി പോലുമില്ലാതെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്നാണ്. വി ഡി സതീശൻ പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്നാണ്. ഇതിനേക്കാൾ കൂടുതൽ നടപടി വേണം. പക്ഷേ ഞങ്ങൾ ഒരു കൺസെൻസസിൽ എത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ച് കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കുന്നത് ഒരു പരാതി പോലുമില്ലാത്ത സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം KPCCയുടെ പുതുതായി കടന്നു വന്നിട്ടുള്ള ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏത് പെൺകുട്ടിയാണെന്നറിയില്ല, ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഇപ്പോൾ ഇവർ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, ആ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തന്നെ സുഹൃത്ത് ലിസ്റ്റിലുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ആ ഫോട്ടോ പ്രചരിപ്പിച്ച് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇവർ അവസരമുണ്ടാക്കി കൊടുത്തത് ഇയാളെ സംരക്ഷിക്കുന്നു എന്ന സന്ദേശം കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ പരാതി ഒരു ബലാത്സംഗ കേസിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്നത് കുറ്റകരമാണ്. നിങ്ങളുടെ പോലീസിന് കേസെടുക്കാവുന്നതാണ്. നിങ്ങളിങ്ങനെ വന്ന് പരാതി പറയല്ല വേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ല. ഇപ്പോഴും ഞാൻ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പുതുതായി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് പരാതിയില്ലാതെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യം, പിന്നെ ഇവർ പറഞ്ഞിരുന്ന ന്യായീകരണം ഒരു പരാതി പോലുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട്, ഞങ്ങളുടെ മുന്നിൽ വന്ന പരാതിയിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട്. ഉമാ തോമസ് പറഞ്ഞു ഈ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടില്ലാത്തയാളാണ്. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ബിന്ദു കൃഷ്ണ പറഞ്ഞു, KC വേണുഗോപാലിൻ്റെ പത്നി പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞു പുറത്താക്കിയത് വലിയ നടപടിയാണ്. ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നു. ഈ പരാതി കൊടുത്തപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? ഇപ്പോൾ അവർ പറയുന്നത് നിയമപരമായി പോകട്ടെ, കോടതിയിൽ കേസ് പോകട്ടെ എന്നൊക്കെയാണ്. ഇവർക്ക് ബോധ്യമുണ്ടല്ലോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ, തെളിവുകളുടെ സാന്നിധ്യത്തിൽ കോടതി വിധിക്കുന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യത്തിലാണ് അയാളെ പുറത്താക്കിയതെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് എല്ലാ മാനസികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ച് ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. ഇനി കോൺഗ്രസ് ഈ വിഷയത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഏത് ഘട്ടത്തിലാണ് നടപടിയെടുക്കുക? നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ചുകൊണ്ടല്ലോ അവർക്കുണ്ടായ ബോധ്യമുണ്ടായത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി MLA സ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥി MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടണമായിരുന്നു എന്നായിരിക്കും CPM പറയുക. അല്ല, വേണ്ട, അയാളെ എല്ലാ സ്ഥാനാർത്ഥി പ്രചരണത്തിലും അയാളെ സ്ക്രൂട്ടിനിക്കും ഒക്കെ ഇനിയും കൊണ്ടു നടക്കണം. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അയാളെ എല്ലാ സ്ക്രൂട്ടിനിക്കും ശ്രീ രാഹുൽ ഈശ്വർ ഒരു നിമിഷം, അങ്ങനെ ചെയ്യണം. ഒരു നിമിഷം ഷാനി ബോസ്, ഞങ്ങളിലേക്ക് വരാം. രാഹുൽ ഈശ്വർ സംശയത്തിന് മറുപടി പറയും. എന്റെ സംശയത്തിന് മറുപടി ഞാൻ നിങ്ങളിലേക്ക് വരാം. രാഹുൽ ഈശ്വർ, ഇന്ന് ഷാനിബ് ചൂണ്ടിക്കാട്ടുന്ന ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കാരണക്കാരനായ ഒരാൾ രാഹുൽ ഈശ്വറാണ്. കാരണം ഈ പരാതിക്കാരി വിവാഹിതയാണെന്നും അതിൽ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരെ നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ പുറത്തിറങ്ങി. സന്ദീപ് വാര്യർ പറഞ്ഞു, എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കുറേ ആളുകൾ സന്ദീപ് വാര്യരുടെ പ്രൊഫൈലിൽ പോയി ആ കല്യാണ ഫോട്ടോ കുത്തിപ്പോക്കുന്നു. അതിന് ഇൻഡയറക്റ്റായിട്ട് നിങ്ങളാണ് അതിന് കാരണക്കാരൻ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ശരി, ശ്രീ അജിംസ്, ഞാൻ മാധ്യമ കോടതിയിൽ, ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ മാധ്യമ കോടതിയാണ്. മാധ്യമ കോടതിയിലെ ജഡ്ജി തൽക്കാലം താങ്കളാണ്. അപ്പോൾ താങ്കൾക്ക് ഒരു തെളിവ് വഹിച്ചിട്ടുണ്ട്. TV കാണിക്കില്ല, കാര്യം അത് ഇന്ത്യൻ നിയമത്തിനെതിരാണ്. ഈ പെൺകുട്ടി 4 ദിവസം മാത്രമേ കല്യാണം നിലനിന്നുള്ളൂ. 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞാളാ. കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി എവിടെയുമില്ല. പക്ഷേ ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച കുട്ടി, ഇതാ കുട്ടിയുടെ വ്യക്തിപരമായി വെളിയിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തതാണ്. ജനുവരി 8-നടക്കം നമ്മുടെ സ്കൂൾ കലോത്സവത്തിനടക്കം ആ കുട്ടിയുടെ ഭർത്താവിനോടൊപ്പം സന്തോഷമായി നിൽക്കുന്ന ചിത്രങ്ങളാണ്. എൻ്റെ അടക്കമുള്ള ഒരുപാട് തെളിവുകളിൽ ചില തെളിവുകൾ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ മാത്രമാണ്. ആ പെൺകുട്ടിയുടെ പച്ചക്കള്ളം തകർന്നു വീണപ്പോൾ ഡ്രാമ കാണിച്ച് ആ പരാതിക്കാരിയെ രക്ഷിക്കാനുള്ള നിലപാടാണ് ചില ആൾക്കാരെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വലിയ കള്ളമാണ് പറഞ്ഞത്. 4 ദിവസമേ കല്യാണം നിലനിന്നുള്ളൂ, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന്. കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇന്ത്യയിലുണ്ടോ? ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ?
അപ്പോൾ ആ പെൺകുട്ടിക്ക് കല്യാണം കണ്ടിന്യൂ ചെയ്തു എന്നും ഹസ്ബൻഡിനൊപ്പം ആയിരുന്നു എന്നും ജനുവരി 8 വരെയുള്ള ഫോട്ടോകൾ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരാതിക്കാരിക്ക് ക്രെഡിബിലിറ്റി ഇല്ല, മൊഴിക്ക് കൺസിസ്റ്റൻസി ഇല്ല. സുപ്രീം കോടതി പല വിധിന്യായങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ, സ്റ്റെർലിംഗ് വിറ്റ്നസ് അല്ലെങ്കിൽ പരാതിക്കാരി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റ്, മാർച്ച് മാസത്തിൽ പെൺകുട്ടിയുമായി ചേർന്ന് പിൽസ് മുഖ്യം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത്. പിൽസ് മുഖ്യം എന്ന് പറഞ്ഞ് രാഹുൽ പറഞ്ഞു വേണ്ട നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് 3 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ നമ്മുടെ നാട്ടിൽ റേപ്പ് എന്നാണോ വിളിക്കുന്നത്? എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. 3, കോൺഗ്രസ്സുകാരെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അവർ ഉമ്മൻചാണ്ടി സാറിനെ പോലും ഡിഫെൻഡ് ചെയ്തില്ല. അവർക്ക് പലർക്കും ഇപ്പോഴും സരിത അതിജീവിതയും രാഹുൽ ഈശ്വർ അങ്ങനെ പറഞ്ഞ പോലെ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ 4 മാസമല്ല ആ വിവാഹം നിലനിന്നുള്ളൂ, 4 ദിവസമല്ല നിന്നുള്ളൂ എന്നുള്ള വാദം മുഖവിലക്കെടുത്താൽ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോ? ശ്രീ അജിൻസ്, രാഹുൽ ഈശ്വർ ഒരുപാട് കാലമായി മാധ്യമങ്ങളിൽ നിൽക്കുന്ന അഡ്വക്കേറ്റായ രഞ്ജിത്ത് മാരാർ സാറിന്റെ ഒക്കെ 100 അനുഭവമേ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ വളരെ മെഷർ ചെയ്തേ കാര്യങ്ങൾ സംസാരിക്കും. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേയുടെ ഊണ് പോലും മാറ്റി വെച്ച് ഫുൾ ടൈം ഇരുന്നാണ് ഞാൻ ഈ ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കാരും കാശ് തന്നിട്ടല്ല, ഈ നാട്ടിൽ സത്യം നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമാണ്. ഈ നാട്ടിൽ നീതിയും ന്യായവും സത്യവും നിലനിൽക്കണമെന്ന ഉദ്ദേശമാണ്. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ എവിടെയെങ്കിലും റിവീൽ ചെയ്തോ? ശ്രീ അജിംസ് പറയൂ, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ എന്തെങ്കിലും ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന പാർട്ടിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ കോട്ട് ചെയ്താണ് പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ എന്ത് ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്തു? എനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ മിനിഞ്ഞാന്നിന് മുമ്പ് റിവീൽ ചെയ്തുകൂടായിരുന്നോ? ഈ കുട്ടി പരാതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതിജീവിതയും ഇരയും ഒന്നും ആയിട്ടും അല്ലെങ്കിൽ പരാതിക്കാരി പോലും ആയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ, ഇവർ ഭർത്താവിനോടൊപ്പം ഫോട്ടോ, ഈ കുട്ടിയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് വെളിവിടാത്തത്? ആ പയ്യൻ ഇതുവരെ അനുമതി തന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ, ആ പയ്യൻ ഇതുവരെ അനുമതി തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പയ്യനെ കാണാനും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയോ കാലം മുമ്പ് വെളിവിടാം. അത് ചെയ്യാത്തതിന്റെ കാര്യം ചില മാന്യതയും മര്യാദയും എല്ലാവരും പാലിക്കണം. പക്ഷെ അത് ആ പെൺകുട്ടി ഓർത്തില്ല. അതായത് ഭർത്താവിനെ വഞ്ചിക്കുകയും കാമുകനെ പറ്റിക്കുകയും ഈ നാട്ടിൽ ആണുങ്ങൾക്ക് വേണ്ടിയും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്ന് ഇവരെ നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയാൻ എന്തൊരു വലിയ കള്ളമാണ്. നിങ്ങൾ മീഡിയ ഉണ്ട് പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് ബന്ധപ്പെടുന്നത് റേപ്പാണെന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാണ്. അങ്ങ് ഒരു അഭിഭാഷകനാണെന്ന് പറയുന്നത് മറൈറ്റൽ റേപ്പിന് നിയമപരമായ പ്രശ്നമുള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഒരു ദിവസം കൺസെന്റ് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം കൺസെന്റ് ഇല്ലെങ്കിൽ പോലും കൺസെന്റ് ഇല്ലാത്ത സെക്സ് റേപ്പാണ്. അപ്പോൾ നിങ്ങൾ റേപ്പിന് എവിടെ തെളിവെന്ന് വെച്ചാൽ റേപ്പിനുള്ള തെളിവ് ഇര ഹാജരായിക്കോളും. അതിന് നിങ്ങളിപ്പോ കടന്ന് മുമ്പ് വന്ന ഏതോ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾ ബാധിക്കുന്ന യഥാർത്ഥത്തിലാണ്. അത് മനസ്സൊക്കെ വിടും, ഇത് നിയമമാണ്. എന്റെ മനസാക്ഷിയുടെ കാര്യമൊന്നുമില്ല, കോടതിയിൽ തെളിവാണ് പ്രധാനം. ഞാൻ ഈ പറയുന്ന അടുത്ത 30 സെക്കൻഡ് വളരെ സീരിയസ് ആയി താങ്കൾ കേൾക്കണം. അതായത് ഞാൻ നോർത്ത് ഇന്ത്യൻ ചാനൽസിൽ ഇരിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ. നോർത്ത് ഇന്ത്യൻ ചാനൽസിൽ തെളിവൊന്നുമില്ലാതെ മുസ്ലിം നാമധാരികളെ വേട്ടയാടുന്നത് പോലെയാണ് കേരളത്തിലടക്കം ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ വേട്ടയാടുന്നത്. അവർക്ക് പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുകയാണ്. അതിന്റെ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി സാർ, അതിന്റെ ഇരയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി, അതിന്റെ ഇരയാണ് മുകേഷ് ഏട്ടൻ, അതിന്റെ ഇരയാണ് സുരേഷ് ഗോപി. അതായത് ബാക്കിയുള്ളവരുടെ കൈയടിക്ക് നമ്മളതിന് നിന്നു കൊടുക്കരുത്. വീക്ഷണത്തിന്റെ നിലപാടോട് പറ രാഹുൽ ഈശ്വർ. ലക്ഷ്യം വെച്ചാൽ സൂര്യയിൽ പെൺകുട്ടിയെ കൊണ്ടുവന്നു പറ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണം ഈ സത്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ മനസ്സിലാക്കും. അടുപ്പിച്ച് എനിക്ക് 10 സെക്കൻഡ് പോലും തരാത്തതിന്റെ കാരണം രാഹുൽ ഈശ്വർ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? രാഹുൽ എന്താ പറയാൻ വരുന്നത്? രാഹുൽ ക്ഷുഭിതനാവാതെ ഇരിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കും. ഇവിടെ ഒരു റേപ്പ് കംപ്ലൈന്റ് വന്നിരിക്കുകയാണ്. ഒരു നിമിഷം, രാഹുൽ പറയുന്നത് അത് ഫേക്ക് പരാതിയാണ്. ഓക്കെ, അത് മുഖവിലക്കെടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ ഫേക്ക് പരാതിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന തെളിവെന്താണ്? ഇവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിലെ അവർ തമ്മിലുള്ള സൗഹാർദ്ദപരമായ ചില നിമിഷങ്ങൾ, അതല്ലാത്ത നിമിഷങ്ങളും അവിടെ ഉണ്ടാകാം. അങ്ങനെയും ആ കേസ് ചേഞ്ച് ചെയ്യാം, അങ്ങനെയും കോടതിക്ക് അത് പരിഗണിക്കാം. അതിന് തെളിവുകൾ ഫ്ലോട്ട് ചെയ്ത് വരാം. നിങ്ങൾ അതിനു മുമ്പേ ജഡ്ജ് ചെയ്യല്ലേ ഇങ്ങനെ കാര്യങ്ങളെ? ശരി, അങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പറയേണ്ടത്? രാഹുൽ എന്താണ് സംഭാഷണങ്ങളിലെ 10 സെക്കൻഡ് എടുത്തു വെച്ച് രാഹുലിനെ റേപ്പിസ്റ്റ് എന്നും സൈക്കോപാത്ത് എന്നും വിളിക്കുന്നവരുടെ നാട്ടിൽ ആ പെൺകുട്ടിക്ക് എതിരെ ഒരു തെളിവ് വന്നപ്പോ നമുക്ക് പൊള്ളിയല്ലേ? ആയിരക്കണക്കിന് സംഭാഷണങ്ങൾ രാഹുലും ആ പെൺകുട്ടിയും തമ്മിൽ നടത്തിയിട്ടില്ലേ? സംഭാഷണങ്ങളുടെ 10 സെക്കൻഡ് രാഹുൽ റേപ്പിസ്റ്റ് ആണെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പൊള്ളിയാ? രാഹുൽ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചോദിക്കുന്ന ഇത് ഒരു പരാതി വന്നിരിക്കുകയാണ്, ഒരു കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തലിനെ റേപ്പിസ്റ്റ് എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്, കേസുണ്ട്, അദ്ദേഹം മുൻകൂർ ജാമ്യം തേടുകയാണ്. അതുകൊണ്ടാണ് റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വെറുതെ അല്ല. ഇനി
ആ പരാതിക്ക് ആധാരമായ തെളിവ് ഹാജരാക്കേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾ മുമ്പ് പുറത്തു വന്ന ഒരു ചാറ്റ് എടുത്തിട്ട് ഇത് കൺസെൻഷ്വൽ സെക്സ് ആണ്, അത് റേപ്പ് അല്ല എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വിധിക്കാൻ കഴിയുക? ചാറ്റ് പുറത്തുവിട്ടത് പെൺകുട്ടിയല്ലേ രാഹുൽ? ആയിക്കോട്ടെ, ആണെങ്കിൽ തന്നെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് കേൾക്കണേ ഒരു സെക്കൻഡ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പെൺകുട്ടി ചാറ്റ് പുറത്തുവിട്ടപ്പോ കണ്ടോ നിർബന്ധിച്ച് ഗർഭം ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദിവസങ്ങളോളം ചർച്ച നടത്തിയവർ ഇന്ന് ആ ചാറ്റ് തിരിഞ്ഞു കൊത്തുമ്പോൾ പറയാണ് നമ്മൾ എന്തിനാ ആ ചാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ പെൺകുട്ടിയുടെ പ്രഗ്നൻസിയുടെ കാര്യവും നമുക്ക് കുഞ്ഞു വേണമെന്നുള്ള കാര്യമുണ്ട്. അത് വെച്ച് രാഹുൽ മോശക്കാരനാണെന്നും നിർബന്ധിച്ച് ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് 2-3 ദിവസം ചർച്ച നടത്തിയ മാധ്യമങ്ങൾ ഇന്ന് അത് തിരിഞ്ഞു കൊത്തുമ്പോ കൺസെൻഷ്വൽ ആണെന്ന് കാണുമ്പോ പറയുന്നു നമ്മൾ എന്തിനാ ചാറ്റ് വെച്ച് ചർച്ച നടത്തുന്നതെന്ന്. ഭയങ്കരം തന്നെ. വല്ലപ്പോഴും കണ്ണാടി പോയി നോക്കണം. ഞങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് നോക്കണം. 10 സെക്കൻഡ് പറഞ്ഞോട്ടെ. ആടിനെ വേട്ടയാടാൻ എളുപ്പമാണ്. ഇതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ കണ്ടത്. ഇതാണ് ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ കണ്ടത്. ശ്രീ മുകേഷിന് അനുകൂലമായി കോടതിയുടെ നിരീക്ഷണങ്ങളുണ്ട്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി കോടതിയുടെ നിരീക്ഷണങ്ങളുണ്ട്. അത് ശ്രീ ഷാനിബോ വസന്തോ പറയില്ല. പറഞ്ഞ അജിംസിന്റെ മുമ്പിലുള്ള സ്ത്രീപക്ഷ നിലപാട് താന്നുപോകും. അജിംസ് അവർക്ക് കൊടുക്കുന്ന പുരോഗമനപ്പെട്ടം ഇല്ലാതായി പോകും. ഞാൻ പറയുന്നത് കോടതിയുടെ വിധിയും ഒബ്സർവേഷൻസുമാണ്. ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങൾ. അതായത് ശ്രീ മുകേഷിന് അനുകൂലമായി നിരീക്ഷണങ്ങളുണ്ട്. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി നിരീക്ഷണമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിലെ പെൺകുട്ടി 49 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും ചുമ്മാ സിനിമാ കഥ പറയുകയാണെന്നും ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒഫീഷ്യലായ ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഒരിക്കലും വസന്ത് പറയില്ല. മുകേഷിന് അനുകൂലമായി വന്ന അല്ലെങ്കിൽ എതിര് വന്ന സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയതാണെന്ന് ഷാനിബ് പറയില്ല. കാര്യം അജിംസ് ഇവർക്ക് ചാർത്തി കൊടുക്കുന്ന പുരോഗമന സ്ത്രീപക്ഷ പട്ടം അവർക്ക് വലിയ താല്പര്യമാണ്. ഞാൻ അങ്ങനെ പട്ടം ചാർത്താറില്ല രാഹുൽ. അതിന് പകരം ധാരാളം പട്ടം എനിക്കാണ് കിട്ടാറുള്ളത്. ഓക്കെ, ഞാൻ വരാം അങ്ങയിലേക്ക് വരാം. അനിൽകുമാർ സഖാവ് എന്ന പട്ടം ശരിയല്ല, നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ദൈവത്തെ ഓർത്ത് സത്യസന്ധമായി സംസാരിക്കണം. ഇത് ഇനി ഒറ്റ ചോദ്യം തിരിച്ച് അജിംസിനോട് ചോദിച്ചോട്ടെ. എനിക്ക് ഇനി സമയം തരണ്ട. എന്റെ സമയം അജിംസ് എടുക്കുക. പ്ലാൻ ചെയ്ത് കുഞ്ഞിന് വേണ്ടി 3 പ്രാവശ്യം ബന്ധത്തിൽ ഏർപ്പെടുന്നത് റേപ്പ് ആണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറയാൻ താങ്കൾക്ക് ആർജവം വേണ്ടേ? 3 പ്രാവശ്യം പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് രാഹുലും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുക. അത് തിരിഞ്ഞു നിന്ന് റേപ്പാണെന്ന് പറയുമ്പോ സഹോദരി ഇങ്ങനെ കള്ളം പറയുന്നത് അല്ലെങ്കിൽ ഇത് കള്ളമാണെന്ന് പറയാനുള്ള ഒരു മാന്യത ശരി രാഹുലിന്റെ വാദം മുഖവിലേക്ക് എടുക്കുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇത് വളരെ ദുർബലമായ ഒരു FIR ആണ്. വളരെ ദുർബലമായ വാദങ്ങളാണ് ആ FIRലുള്ളത്. ഇന്ന് ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ FIR തന്നെ ദുർബലമാണ്. അതിൽ റേപ്പ് എവിടെ എന്നൊരു സ്വാഭാവികമായ സംശയം ചോദിക്കാം. കാരണം ആ FIRൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ അങ്ങ് FIR കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ആ FIRലെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ. അത് ആ FIR വായിച്ചിരുന്നു. FIRനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിൽ നമ്മൾ ഏറ്റവും ജിംസ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇതാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാതിരിക്കാം. നമുക്ക് FIRൻ്റെ ഓരോ വാചകങ്ങളും എടുത്തിട്ട് ഒഫൻസ് പ്രമാഫേസി ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സിൻസ് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് FISൻ്റെ കോപ്പി കിട്ടാൻ പാടില്ല എന്നുള്ള മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. എങ്ങനെയാണ് ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ബെയിൽ ആപ്ലിക്കേഷൻ്റെ കോപ്പീസ് ആണെങ്കിൽ പോലും കോൺഫിഡൻഷ്യലായിട്ട് പോകേണ്ട സാധനങ്ങളാണ്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിലേക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളിൽ വെച്ച് മാത്രം ഞാൻ സംസാരിക്കാം. ഈ അലിഗേഷൻസ് ഇത് ഭയങ്കര ഡിലേഡ് ആയിട്ടാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ തർക്കമില്ല. അതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പിന്നെ വന്നിരിക്കുന്ന വെർബൽ ഡിസ്കഷൻസ്, കോൺവെർസേഷൻസ് മാധ്യമങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. ദർഫോർ അത് പുറത്തു വിടുമ്പോൾ അത് കൺസെൻറ്റോട് കൂടിയിട്ടാണ്, ഞാൻ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ കാര്യമല്ല പറയണേ, വിട്ടിരിക്കുന്ന കാര്യങ്ങൾ കൺസെൻറ്റോട് കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിലുള്ള അലിഗേഷൻസും അതുപോലത്തെ കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിലേ ഉണ്ട്. ഡിലേ ഉള്ളത് എന്തായാലും ഒഫൻസ് നിൽക്കോ ഇല്ലയോ എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ കോടതി അത് കണക്കാക്കും, സംശയമൊന്നും വേണ്ട. രണ്ടാമത്തെ കാര്യം ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അത് ഏത് രീതിയിലേക്കാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് ആ അവസരങ്ങൾ ഇദ്ദേഹത്തിന് വിക്ടിമിനാണെങ്കിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ, ആ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് കൊണ്ടിട്ടാണോ ഈ ഡിലേ വന്നത്, ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിന് ശേഷം ഇത് സബ്സിക്വൻ്റ്ലി സബ്മേർജ് ചെയ്തു പോയി. ആ സമയങ്ങളിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടക്റ്റ്, ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഇവരുടെ പ്രൈവസീനെ
ഹനിക്കുകയോ ആ ഇൻവെസ്റ്റിഗേഷന് ഒരു റെസ്ട്രെയിൻറ്റ് വരാനുള്ള രീതിയിലേക്ക് ആക്റ്റോ കോണ്ടക്റ്റോ എല്ലാം അക്യൂസ്ഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം നോക്കും. പിന്നെ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ കൊണ്ട് അദ്ദേഹം ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഡിസ്കഷൻസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിലൊരു അഡ്വാൻറ്റേജ് ഇദ്ദേഹം എടുത്തിട്ടുണ്ടോ, എടുത്തതിൽ നിന്നാണോ ഈ കൺസെൻഷ്വൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരുന്നതെല്ലാം കൺസിഡർ ചെയ്യും. ഈ കൺസെൻറ്റ് പ്ലീഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, കൺസെൻറ്റ് പ്ലീഡ് ചെയ്ത് കൺസെൻറ്റ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം അത് പ്ലീഡ് ചെയ്യുന്ന ആൾക്കുള്ളതാണ്. കൺസെൻറ്റ് ഉണ്ടാകുന്നത് ഇത് 2 പേർക്കാണ് അറിയുക. ഒരു കുട്ടി വന്നിട്ട് കൺസെൻറ്റ് ഇല്ല, കുട്ടി ലേഡി ഹൂവർ ഇറ്റ് ഈസ് വിച്ച് എവർ ഏജ് ഷീ ഈസ്, അവർ കൺസെൻറ്റ് പ്ലീഡ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല, അവർ കൺസെൻറ്റ് ഇല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൺസെൻറ്റ് ഉണ്ടായിരുന്നു, ഏത് സാഹചര്യങ്ങളിൽ കൺസെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഏത് ഒഫൻസിലേക്ക് കൺസെൻറ്റ് ഉണ്ടായിരുന്നു, ഇതെല്ലാം പ്ലീഡ് ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ, അവർ അഡ്മിറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ അത് പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം പ്ലീഡ് ചെയ്തിരിക്കുന്നത് ബെയിൽ ആപ്ലിക്കേഷനിലാണ്. അദ്ദേഹത്തിൻ്റെ വക്കീലും അത് തന്നെയാണ് പറയണതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം വക്കീൽ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അത് ദേ ഹാവ് ഓൾറെഡി പുട്ട് ഇറ്റ് ഇൻ സർക്കുലേഷൻ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും അത് വന്ന സ്ഥിതിക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യതയും അദ്ദേഹത്തിന് തന്നെയാണ്. ഇന്ന് ഏതൊക്കെയോ ഡോക്യുമെൻറ്റ്സ് അതിനു വേണ്ടി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടാവണത് കണ്ടു. അപ്പോൾ ആ ഒരു ബേർഡൻ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുക. ഇതെല്ലാം കൺസിഡറേഷനിൽ വരുമെങ്കിൽ കൂടി ഇപ്പോഴത്തെ കൺസിഡറേഷൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഡിസ്ക്രിഷണറി റെമഡി ആയിട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ഇദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് കോടതി നോക്കുക. ആ നോക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റിഗേഷനെ, ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ അല്ല എന്നുണ്ടെങ്കിൽ പോലും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ പോലും വിറ്റ്നസ്സസിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ, ഏതെങ്കിലും വിറ്റ്നസ്സസിൽ നിന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതിനെ റെസ്ട്രെയിൻ ചെയ്യാൻ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ അക്യൂസ്ഡ് അല്ലെങ്കിൽ അക്യൂസ്ഡിൻ്റെ കൂടെയുള്ളവർ ശ്രമിക്കുമോ എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഏത് ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സെക്ഷൽ ഒഫൻസസിലേക്ക് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഈ സിസ്റ്റം ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിലേക്ക് വരേണ്ട. ഒഫൻസ് വരുമോ ഒഫൻസ് വരാതിരിക്കുമോ, ഈ ഒഫൻസിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കെങ്കിലും വേണമല്ലോ. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കത്തക്കത് ആയ രീതികളിൽ നിന്ന് വ്യതിചലിക്കാനുള്ളൊരു സാഹചര്യം അക്യൂസ്ഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും കോടതി കൺസിഡർ ചെയ്യും. അത് ചെയ്യപ്പെടേണ്ടതാണ്. ശരി, തുടക്കത്തിൽ ഈ ഡിലേഡ് എഫ്ഐആർ ഫൈറ്റലാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ അത് ആവാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്നയാൾ ഒരു പബ്ലിക് സെർവൻ്റ് ആണ്, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കോടതി പരിഗണിക്കില്ലേ? അല്ല, അത് പരിഗണിക്കും. അത് പരിഗണിക്കുന്നത് ഈ ഡിലേയിൽ മാത്രമായിരിക്കില്ല പരിഗണിക്കുന്നത്. ആ ഡിലേ കംപ്ലസി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട എല്ലാവരും എവരിബഡി ആർ മെച്ചുവേർഡ് അല്ലേ. എല്ലാവരും 2 പേര് വിക്ടിം ആണെങ്കിലും മെച്ചുവേർഡാണ്, അക്യൂസ് എന്ന് പറയുന്ന ആളും മെച്ചുവേർഡാണ്. അവർ വിക്ടിം എന്തുകൊണ്ടിട്ട് ഈ ഡിലേഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുത്തു, ആ സാഹചര്യം അവർ ക്ലിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള റേപ്പെല്ലാം കഴിഞ്ഞു. ആ രീതികളിൽ നിന്ന് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തം നമ്മൾ ഒത്തിരി സൊസൈറ്റി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. കൺസെൻഷ്വൽ സെക്സിൻ്റെ കൂടത്തിൽ തന്നെ ഫോഴ്സ്ഫുൾ സെക്സ് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാവുന്നുണ്ട്, പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ഫാസിനേഷനിൽ ചിലപ്പോൾ ഒരു കൺസെൻറ്റിലേക്ക് വന്ന് കയറിയിട്ടുണ്ടാവും. സബ്സിക്വൻ്റ്ലി വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി ട്രൂ കളേഴ്സ് യു മേ നോട്ട് കൺസെൻറ്റ്, യു മേ സേ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ പോകണ്ടേ. നമ്മളെ എല്ലാ കേസിലും എല്ലാം കൺസെൻഷ്വൽ ആണെന്നൊക്കെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിയമം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിയമം ചേഞ്ച് ചെയ്യേണ്ടത്, നിയമത്തിനോടുള്ള അപ്രോച്ചും ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന ഒരു കേസായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറാണ് എന്നിരിക്കെ, ഒട്ടും പവർഫുൾ അല്ലാത്ത ആളല്ല. പക്ഷേ അത് പവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടി വരും. മാനിപ്പുലേറ്റീവ് ആയിട്ടാണോ കംപ്ലൈൻറ്റ് വന്നത് എന്നുള്ളത് കോടതി ഒരു അന്ധമായിട്ടൊന്നും കാണാനുള്ള സാഹചര്യങ്ങളില്ല.
എന്നിരുന്നാൽ പോലും ഈ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്, ആ സംശയമൊന്നും വേണ്ട. ആ ഡിലേ വന്നിരിക്കുന്നത് ക്രൂഷ്യലുമാണ്. കൺസെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ കൺസെൻഷ്യൽ സെക്സ് ആണെന്ന് ഞാൻ പ്ലീഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബർഡൻ ആവും അത് കൺസെൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ആ ഒരു ബർഡൻ എന്താണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലീഡിങ് അനുസരിച്ചിട്ട് ഈ അക്യൂസിന് വന്നു ചേർന്നിട്ടുണ്ട്. ആ കോടതിയിൽ എത്രത്തോളം അദ്ദേഹത്തിന് അത് എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അൾട്ടിമേറ്റത്തിൽ വരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ബെയിൽ എങ്ങനെ ഡിസൈഡ് ചെയ്യും എന്നുള്ളത്. ശരി, ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. അതിഥികളെതിരെ ശ്രീ വസന്ത്, ഈ ഒരു പരാതിയും ഇല്ലാത്തപ്പോഴാണ് രാഹുലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്ന് പലവട്ടം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശരി, അത് ഒരു പരാതിയുമില്ല എന്നുള്ളത് ഔദ്യോഗികവും ഔപചാരികമായ പരാതിയില്ല എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ അനൗപചാരികമായ പരാതികൾ ധാരാളമുണ്ട്. അപ്പോഴും അതാണ് ആ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം പ്രേരിപ്പിച്ചത്. അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് ആളുകൾക്കറിയാം. എന്ന് മാത്രമല്ല, AICC നേതൃത്വത്തിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ പോയിട്ടുണ്ട്. മുമ്പ് പാർട്ടി കോടതികൾ എന്നൊക്കെ പറഞ്ഞ് CPM-നെ വിമർശിക്കുന്ന നിങ്ങൾക്ക് അത്തരം പരാതികൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ ഇരകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനും കേസെടുപ്പിക്കാനും ശ്രമിക്കാത്ത നിങ്ങൾക്ക് ഇനി മേലാൽ CPM-ന്റെ പാർട്ടി കോടതികളെ വിമർശിക്കാൻ കഴിയില്ല. വസന്ത്, അല്ല അജിംസ്, നോക്കൂ, അങ്ങ് പറയുന്ന കണക്കിനൊരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ AICC നേതൃത്വത്തിനുള്ള പരാതി അത് സജ്നയുടെയാണ്. സജ്ന എൻ്റെയും ഇപ്പം നമ്മുടെ പാനലിൽ തന്നെ ഇരിക്കുന്ന CPM-ന്റെ സഹപ്രവർത്തകൻ ശ്രീ ഷാനിബിൻ്റെയൊക്കെ സഹപ്രവർത്തകയായിരുന്നു. അപ്പോൾ സജ്ന പരാതി കൊടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നു, അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് സജ്ന തന്നെ ഇന്നലെ മറ്റൊരു ചാനലിൽ ഇരിക്കുമ്പോൾ എന്നോട് ആ ചാനൽ ഫ്ലോറിൽ തന്നെ സമ്മതിച്ച കാര്യമാണ്. അല്ലാതെ അവർ പരാതി കൊടുത്തത് അവർക്ക് ദുരനുഭവം ഉണ്ടെന്നോ അവരുടെ സഹപ്രവർത്തകർക്ക് ദുരനുഭവമുണ്ട് എന്നുമല്ല. ഇനി നോക്കുക ജിംസ്, അങ്ങ് പറയുന്നത് പോലെ ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഉണ്ട് എന്നിരിക്കട്ടെ, അങ്ങയുടെ വാദത്തിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, എൻ്റെ ടേക്ക് അതല്ല കേട്ടോ. പക്ഷേ എങ്കിൽ പോലും അംഗീകരിച്ചാൽ എന്താണ് ജിംസ് അതിനുശേഷം കോൺഗ്രസ് സ്വീകരിച്ച നടപടി? ഞങ്ങൾ ഉമാ തോമസും രാജു P. നായരും വസന്ത് തെങ്ങുംപള്ളിയും ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നൊരു കമ്മിറ്റി അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ പോയി തൽക്കാലം AKG സെൻറ്റർ വഴി ഒന്ന് പോയി അവിടെ ചെന്നിട്ട് ആ തീവ്രത അളക്കുന്ന മെഷീൻ ഒന്ന് റെൻ്റലിനെടുത്ത് റെൻറ്റ് ഫോർ എ ഡേ എടുത്തിട്ട് അതുമായി പാലക്കാട് പോയി ആ തീവ്രത അളന്നുകൊണ്ട് തിരിച്ചു വന്ന് പാർട്ടി കോടതിക്കോ പാർട്ടി കമ്മിറ്റിക്കോ ഞങ്ങൾ എഴുതി കൊടുക്കുകയല്ലല്ലോ ചെയ്തത്. ഇതാ നോക്കൂ, ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത്തരത്തിലൊരു ഞങ്ങൾ പോയ ശേഷം തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നല്ലല്ലോ ഞങ്ങൾ കൊടുത്തത്. അല്ലെങ്കിൽ ഈ പീഡനത്തിന് തീവ്രത കുറവാണ് എന്ന് പറയുകയല്ലല്ലോ ചെയ്തത്. കടകംപള്ളിയെ മറ്റും സംരക്ഷിക്കുന്നത് പോലെ ഇതാ ഏറ്റവും അവസാനം ഇനി ഫൈനൽ കോടതിയുടെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ലല്ലോ ചെയ്തത്. ഇനി കോടതിയുടെ വിധി വന്ന കേസുണ്ടല്ലോ, അങ്ങേക്കറിയാമല്ലോ, TPയുടെ അടക്കമുള്ള കേസുകൾ. കോടതി വിധി വന്നപ്പോൾ കോടതിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വിധി വന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞോ? ആരാത് പറഞ്ഞെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഇപ്പൊ EP ജയരാജൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് M. മുകേഷിന്റെ കേസ് അത് സിനിമാ മേഖലയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഏത് സിനിമാ മേഖലയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ മേഖലയിലെ കേസ് വേറെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണക്കിനൊന്നും അല്ല ഞങ്ങൾ നിലപാടെടുത്തത്. ഞങ്ങൾ പരാതി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അയാളെ പുറത്താക്കി. ഇപ്പോൾ ഷാനിബ് ആവശ്യപ്പെടും, എന്താ ഷാനിബിൻ്റെ ആവശ്യം? അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയണം. ഷാനിബെ പറ്റുമോ? ടെക്നിക്കലി പറ്റുമോ? ഷാനിബ് ഇപ്പോഴല്ലേ അപ്പുറത്തോട്ട് പോയത്? അതുകൊണ്ട് 6 മാസം 7 മാസം മുമ്പ് അങ്ങേക്ക് വിവരമുണ്ടായിരുന്ന ആളല്ലേ, ഇപ്പോഴല്ലേ വിവരക്കേട് പറയുന്നത്? ടെക്നിക്കലി ഒരു പാർട്ടിക്ക് അവരുടെ MLA രാജിവെക്കാൻ ഫോഴ്സ്ഫുള്ളി പറയാൻ പറ്റില്ല. അയാൾക്കെതിരായ സംഘടനാപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക. അയാളുടെ പോസ്റ്റുകളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുക. അത് ഈ പാർട്ടി ചെയ്തു കഴിഞ്ഞു. അയാളുടെ പോസ്റ്റുകളിൽ നിന്ന് ഈ പാർട്ടിയെ പൂർണ്ണാർത്ഥത്തിൽ ഈ പാർട്ടി അയാളെ മാറ്റി നിർത്തി കഴിഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാനിബെ, ഷാനിബിൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്തായിരുന്നു കേട്ടോ, P. സരിൻ. നിങ്ങൾ ഒരുമിച്ചല്ലേ അപ്പുറത്തോട്ട് പോയത്? P. സരിനെതിരെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തില്ലേ? എന്താ നിങ്ങളുടെ നിലപാട്? P. സരിനെ ഇപ്പോഴും നിങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ കാര്യത്തിൽ എന്താ നിങ്ങളുടെ നിലപാട്? ഇനി കടകംപള്ളിക്കെതിരായി എന്തൊക്കെ വാദങ്ങൾ വന്നു? ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം 85 രൂപയുടെ കോഴിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അയാൾ മൂന്നാറിൽ ആ കോഴിയെ പറ്റി ഗവേഷണത്തെ പറ്റി പഠിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തു വന്നില്ലേ? എന്താ നിങ്ങളുടെ നിലപാട്? M. മുകേഷിനെതിരായി ഇപ്പോൾ രാഹുൽ ഈശ്വർ ചിലപ്പോൾ ചാടിക്കടിക്കും എന്നോട്. മുകേഷ് ഏട്ടൻ സത്യസന്ധനാണ്. രാഹുലെ, ഞാൻ പറയുന്നത് മുകേഷിനെതിരായ സിനിമാ മേഖലയിലെ പരാതിയെ പറ്റി അല്ല. മുകേഷിൻ്റെ ആദ്യ ഭാര്യ അവർ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ 7 മാസത്തിൽ വയറ്റിൽ കുഞ്ഞുള്ള സമയത്ത് അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടിയെന്ന് അവരുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ കോടതിയിൽ സമർപ്പിച്ച കാര്യത്തെ പറ്റിയാണ്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നത്. ആ കാര്യം അവർ ഇന്നത്തെ മന്ത്രിസഭയിലെ വീണ ജോർജിൻ്റെ പഴയ ഇന്ത്യ വിഷൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് മുകേഷിനെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്.
കൊല്ലം പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നത്, ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നിങ്ങൾ ഈ പറയുന്ന നടിയുടെ പരാതിയൊക്കെ വന്നിട്ടുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് അങ്ങേക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, 1 ഡസൻ നേതാക്കളുടെ വിഷയങ്ങളിൽ CPM ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട നേതാക്കൾ പത്മകുമാറും വാസുവും അടക്കമുള്ളവർ ഇന്ന് ജയിലിലാണ് കേട്ടോ അജിംസെ. പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി മുറിയിലോ കോടതി വരാന്തയിലോ അല്ല, ജയിലിലാണ്. ആ ജയിലിലുള്ളവരെ ഇപ്പോഴും സംരക്ഷിക്കുക. പത്മകുമാർ ഇന്നും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ മെമ്പറാണല്ലോ അല്ലേ? പത്മകുമാർ നാളെ ജാമ്യം കിട്ടി വെളിയിൽ വന്നാൽ അടുത്ത ദിവസം ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെ നിങ്ങൾ പങ്കെടുപ്പിക്കുമല്ലോ അല്ലേ? ആ പത്മകുമാറാണ് കേട്ടോ നിങ്ങളുടെ പുരോഗമന പ്രസ്ഥാനമായി ശബരിമലയിൽ സ്ത്രീയെ കയറ്റാൻ പോയപ്പോൾ അവിടെ സമരത്തിന് ഫണ്ട് ചെയ്തത്, അതായത് ലെഫ്റ്റ് ലൈനെതിരായി നിന്ന പത്മകുമാർ BJPയിലേക്ക് പോകുമെന്ന് വാർത്ത വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നിഷേധിക്കാതിരുന്ന് അത് ശരിയാണ് എന്ന് പലരെ കൊണ്ടും തോന്നിപ്പിച്ച പത്മകുമാർ, ആ പത്മകുമാർ ഇന്ന് ജയിലിലാണ് ഷാനിബേ. ആ പത്മകുമാർ നാളെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി വന്നാൽ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾ പങ്കെടുപ്പിക്കും. ഞങ്ങൾ അങ്ങനെ അല്ല അജിംസ്. ഒരു 10 സെക്കൻഡ് കൂടി അജിംസ്. ഏതായാലും ഞാൻ അങ്ങേക്കൊരു വളരെ കൃത്യമായ വാക്ക് തരാം. ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ നാളെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പ്രവർത്തകനായി വസന്തകുമ്പള്ളി ഉണ്ടാവില്ല എന്ന വാക്ക് അങ്ങേക്ക് ഞാൻ തരിക. ആ വാക്കിതാണ് രാഹുൽ മാങ്കൂട്ടം നാളെ മടങ്ങി വന്നാൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയവുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഏതായാലും ഞങ്ങൾ പിടിച്ച അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്നും ആക്കി കളയില്ല. ഞങ്ങൾ പിടിച്ച അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് ആനയിച്ചിരുത്തില്ല. ഞങ്ങൾ അയാളെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയുമാക്കില്ല. ആ ഉറപ്പ് ആ കേരളത്തിലെ പൊതുമനസാക്ഷിക്കും അജിംസിനും മീഡിയ വണ്ണിനും തരാൻ ഞാൻ തയ്യാറാവുകയാണ്. ശരി ശ്രീ AK ഷാനിബ്, ഇത് ഒരു ലേറ്റ് FIR ആണ് എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് രഞ്ജിത്ത് മാരാരൊക്കെ ഷാനിബ് കേൾക്കുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് അദ്ദേഹത്തെ കണക്ട് ചെയ്യൂ. എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന് വളരെ പെട്ടെന്ന് PCR പെട്ടെന്ന് കണക്ട് ചെയ്യണം. ഷാനിബിനെ പെട്ടെന്ന് കണക്ട് ചെയ്യണം. ശരി, ഞാൻ ഷാനിബിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ രഞ്ജിത്ത് മാരാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ലേറ്റ് FIR ആണ് എന്നുള്ളതാണ്. ഈ ലേറ്റ് FIR ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലേറ്റ് FIRന്റെ ഒരു പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ പ്രേരിത കേസാണ് എന്ന ഒരു ആക്ഷേപം ഉണ്ടാവും. കോൺഗ്രസ് ഉന്നയിക്കും, പല സ്ഥലങ്ങളിൽ നിന്ന് ആ സംശയം വരും. പക്ഷേ FIR ഇടുമ്പോൾ FIRൽ BNS പ്രകാരമുള്ള റേപ്പിൻ്റെ വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഈ FIRന്റെ തുടക്കത്തിലെ വരികളൊന്ന് ശ്രദ്ധിക്കുക രാഹുൽ. ഈ പ്രതിയായ പാലക്കാട് MLA ആവലാതിക്കാരിയെ ദേഹോപദ്രവമേൽപ്പിച്ചും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടും 2025 മാർച്ച് 17 ആവലാതിക്കാരിയുടെ ഫ്ളാറ്റിൽ ആവലാതിക്കാരിയുടെ സമ്മതം കൂടാതെ ഇയാളെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ 1-ാം പ്രതിയുടെ മൊബൈലിൽ ഫോണിൽ പകർത്തിയും തുടർന്ന് 1-ാം പ്രതിയുമായി ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കുറ്റകരമായ ഭയപ്പെടുത്തൽ നടത്തി എന്നൊക്കെയാണ് ആക്ഷേപം. ഇതിൻ്റെ ഒരു ഓർഡർ ശരിയല്ല. ഒരാളെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുക, ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് റേപ്പാവും. ആദ്യം ദേഹോപദ്രവം ഏൽപ്പിക്കുക, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അതിൽ കൺസെൻറ്റിനെ കുറിച്ച് ഒന്നും ഒരു പരാമർശമില്ല FIRൽ. ഒരു പക്ഷേ FIR അങ്ങനെ പൂർണ്ണമായ വിവരങ്ങൾ വേണമെന്നില്ല, മൊഴിയിലായിരിക്കും അത് വരിക. ഇതിലൊരു അസാധാരണമായ തിടുക്കം, ഒരു ധൃതി ഈ FIRൽ കാണുന്നുണ്ടോ? 2 മിനിറ്റ് തരണേ, ഞാൻ അതിന് ശേഷം നിർത്തിക്കോളാം. ആദ്യത്തെ കള്ളം പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ എഴുതിയില്ലേ? അതൊക്കെ തന്നെ വലിയ കാര്യമല്ലേ? എഴുതുന്ന പോലീസുകാരന് കുറ്റബോധം തോന്നിക്കാണും. അവന്റെ വീട്ടിൽ അച്ഛനും ആങ്ങളെയും മോനും ഒക്കെ ഉണ്ടായി കാണും. അപ്പൊ എഴുതുന്ന പോലീസുകാരന് വിറച്ച് കാണും, ഭഗവാനെ നാളെ എനിക്കെതിരെ ഇതേപോലെ കള്ളത്തരം വരില്ലേ, അപ്പം വേറെ ആരെങ്കിലും എനിക്കെതിരെ കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞ് ആ പോലീസുകാരന്റെ കൈ വിറച്ച് കാണും. അതുകൊണ്ട് അവർ എഴുതാത്തതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കള്ളം എഴുതുന്ന ആരെങ്കിലും കൊടുത്താൽ മതി, ആ സാധനം അവർ കൊണ്ടുവരും. ഇനി പെട്ടെന്ന് 2-3 തെറ്റിദ്ധാരണ മാറ്റാനുള്ളത്. രാഹുൽ നമ്മുടെ വസന്തകുമ്പള്ളി പറഞ്ഞു, എന്റെ വസന്തകുമ്പള്ളി എനിക്ക് സൗരനെ ഇഷ്ടമാണ്. പത്മകുമാർ ഫണ്ട് ചെയ്തൊന്നുമല്ല. പത്മകുമാർ സാർ എന്നോടാണ് പറഞ്ഞത് 1 മാസത്തെ ശമ്പളം തരാമെന്ന്. വസന്തകുമ്പള്ളി അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാർ അന്ന് രാഹുൽ ഈശ്വർ അല്ല രാഹുൽ ഗാന്ധിയാണ് ഈ നമ്മുടെ നേതാവെന്ന് പറഞ്ഞ് നമ്മുടെ VT ബൽറാമിന്റെ ലൈൻ പിടിച്ചോണ്ടിരുന്നതാണല്ലോ. പിന്നെ നിങ്ങൾ എല്ലാം രാഹുൽ ഈശ്വറിന്റെ നിലപാടിലേക്ക് വന്ന് 19 സീറ്റ് ജയിക്കുക മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ ക്യാമ്പയിൻ പോലും ഇതാക്കി. ഇനി വസന്തകുമ്പള്ളി ഫണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കൊള്ളുന്ന എന്താ അറിയാമോ? ഞാൻ എൻ്റെ 3 മാസത്തെ ശമ്പളം എടുത്തിട്ടാണ് ആ പരിപാടിക്ക് പോയത്. ഞാൻ ഇന്നും എൻ്റെ ക്രെഡിറ്റ് ട്രാക്ക് റെക്കോർഡിൽ
ഫോണിൽ 3 മാസത്തെ EMI അടയ്ക്കാത്ത മാസങ്ങൾ, ആ ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി ആകുമ്പോഴാണ് ഞാൻ മേടിച്ചടച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും പറയരുത് കേട്ടോ. കാര്യം യഥാർത്ഥത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയത് വേദന തോന്നും. അല്ലാതെ പത്മകുമാർ സാർ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞതല്ല. ആ മനുഷ്യൻ ആ കാലത്ത് നന്മയുണ്ടായിരുന്നു. അതുകൊണ്ട് പത്മകുമാർ സാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങളാണ് അവിടെ പോയി പ്രക്ഷോഭം തുടങ്ങിയത്. അന്നും കെ സുധാകരൻ സാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി രാഷ്ട്രീയ കൈയടിക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. അതായത് എതിർ പാർട്ടി നിൽക്കുന്ന ശത്രുക്കൾക്ക് കൈയടിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കരുത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ മുകേഷിന്റെ കാര്യം. ശ്രീ മുകേഷിന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ ശ്രീ കെ ഗണേഷ് കുമാറിന്റെ ജീവിതത്തിലോ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അത് നമ്മൾ അവരെ വേട്ടയാടാൻ നിൽക്കുന്നത് എന്തിനാ? ഇനി രണ്ട്, ശ്രീ മുകേഷിന് അനുകൂലമായ കോടതിയിലെ പരാമർശങ്ങൾ പോലും ഇല്ലേ? അതൊന്നും പറയാത്തത് എന്താ? നാളെ ശ്രീ മുകേഷ് കോൺഗ്രസിലേക്ക് വന്നാൽ ഇതെല്ലാം മറക്കും, നേരെ മറിച്ച് അപ്പുറത്തെ പാർട്ടിക്കാരെ ആക്കും. നിങ്ങൾ എടുത്തു വെക്കുന്ന നിലപാടിന് ഒരു വിലയുമില്ല. സത്യത്തിനാണ് വില, കോടതി പറയുന്നതിനാണ് വില. ഉദാഹരണം, എപ്പോഴെങ്കിലും വസന്തോ കോൺഗ്രസ്സുകാരോ എൽദോസ് കുന്നപ്പള്ളിയെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടോ? കോടതി അനുകൂല പരാമർശങ്ങൾ എൽദോസ് കുന്നപ്പള്ളിക്കുണ്ട്. 49 കേസുകളിൽ പ്രതിയായ ഒരു പെൺകുട്ടിയാണ് അയാൾക്കെതിരെ പരാതി കൊടുത്തത്. ഇനി ഒരു വരി അജിംസിനെ വിമർശിക്കാനും മീഡിയ വണ്ണിനെ വിമർശിക്കാനും കൂടെ എനിക്ക് അനുവാദം തരണം. നിങ്ങളത് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. എന്തൊരു കാലാണ് അല്ലേ? രാഹുലിനെതിരെയുള്ള പരാതി ജനൻ ടിവിയുടെ നിർബന്ധം മൂലമാണ് കൊടുത്തതെന്ന് കോടതി രേഖകളിൽ ഔദ്യോഗികമായി എഴുതി കൊടുത്തിട്ട് അത് മീഡിയ വൺ പോലും റിപ്പോർട്ട് ചെയ്തില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന സാധാരണ മലയാളികളും എല്ലാ സമുദായത്തിലുള്ളവരും മുസ്ലിം സഹോദരങ്ങളും ശ്രദ്ധിക്കണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി ജനൻ ടിവിക്കാർ നിർബന്ധിച്ച് കൊടുപ്പിച്ചതാണെന്നും അതിന്റെ ശബ്ദരേഖകൾ തെളിവായിട്ട് എൻ്റെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ വാർത്ത മീഡിയ വൺകാർ പറഞ്ഞു പോലുമില്ല, അജിംസ് പറഞ്ഞു പോലുമില്ല. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായ ഗാന്ധിയനായ രാഹുൽ ഈശ്വറിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതായത് എല്ലാവരും രാഷ്ട്രീയ പോയിന്റ്സിന് വേണ്ടി സംസാരിക്കുകയാണ്. ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാവും. അപ്പോൾ ഇപ്പൊ അജിംസിനാണെങ്കിലും പുരോഗമനവാദിയായ നിഷാദിനും പുരോഗമനവാദിയായ അജിംസിനും ആ വാർത്ത പറയാൻ താല്പര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിച്ചതെന്നും നിർബന്ധിച്ചുവെന്നും ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും കേൾക്കണേ, നാട്ടുകാർ കേട്ടിരിക്കണേ, പ്രത്യേകിച്ച് ഇത് കാണുന്ന മലയാളികൾ കേട്ടിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കേട്ടിരിക്കണം. ജനൻ ടിവിയിലെ ആള് ഈ പെൺകുട്ടിയെ പറഞ്ഞ് നിർബന്ധിച്ച് നിന്റെ ജോലി കളയും. അതായത് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ നിന്റെ ജോലി കളയും. അതിന്റെ ഓഡിയോ ക്ലിപ്പ് വരെ അജിംസ് എപ്പോഴെങ്കിലും ആ വാക്കെങ്കിലും പറഞ്ഞോ? അജിംസ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവമെങ്കിലും പറഞ്ഞോ? എനിക്ക് ഉറപ്പുണ്ട് രഞ്ജിത്ത് മാരാർ സാറിന് അറിയത്തോലും ഇല്ലായിരിക്കും ഇതൊന്നും. അദ്ദേഹം അത് ബെയിൽ ആപ്ലിക്കേഷൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അപേക്ഷയാണ്, അതൊരു ഫാക്ട് അല്ല. രാഹുൽ പറയുന്ന പോലെ അല്ലല്ല. രാഹുൽ ഇപ്പോൾ പുരോഗമനവാദി എന്നൊക്കെ തെളിവിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ എഴുതി വെച്ചിരിക്കുന്ന FIR പ്രതിയുടെ ജാമ്യാപേക്ഷയൊന്നും ഫാക്ട് അല്ല, അത് അവരുടെ വാദം മാത്രമാണ്. FIR പോലും ഒരു വാദം മാത്രമാണ്. രാഹുൽ ഇങ്ങനെ വളരെ സില്ലിയായിട്ട് സംസാരിക്കില്ലേ? LLB കഴിഞ്ഞ ആളല്ലേ? അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കിട്ടട്ടെ, ഓഡിയോ ക്ലിപ്പ് കിട്ടട്ടെ. അല്ലാതെ ജാമ്യാപേക്ഷയിൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പ്രതി പറഞ്ഞു എന്ന് കരുതി ഇത് രാഷ്ട്രീയ ഗൂഢാലോചന വാർത്ത കൊടുക്കാൻ പറ്റുമോ? ശ്രമിക്കല്ലേ ശ്രീ അജിംസെ? ജനൻ ടിവിയുടെ ഓഡിയോ ക്ലിപ്പ് തന്റെ ഉണ്ടെന്നും അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാമെന്നും ഇന്ന് അത് കോടതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പുറത്തു വരട്ടെ, അപ്പൊ നമുക്ക് വാർത്ത ചെയ്യാം. അല്ലാതെ ജാമ്യാപേക്ഷയിൽ ഒരു കാര്യം ആരോപിച്ചാൽ അയാൾ തെറ്റിയതില്ല എന്നല്ലേ അയാൾ പറയുള്ളൂ. അത് അയാളുടെ വാദം മാത്രമാണ്, അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഓഡിയോ ക്ലിപ്പ് ഉണ്ടെന്നുള്ള ശരി, അത് വരട്ടെ, നമുക്ക് കൊടുക്കാം. പറഞ്ഞോ? ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ഒരു ചാനൽ, ജനം പോലെ പ്രമുഖമായ ഒരു ചാനൽ, വലതുപക്ഷത്ത് നിൽക്കുന്ന ചാനൽ, ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്ന ചാനൽ, അതിന്റെ മേധാവി പെൺകുട്ടിയെ നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചതാണെന്ന് കോടതിയിൽ ഓഡിയോ ക്ലിപ്പ് കൊടുത്തിട്ട് ആ വാർത്തയെങ്കിലും മീഡിയ വൺ കൊടുത്തോ? ശരി, ഞാൻ വരാം. ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ FIR ഒരു പൂർണ്ണ വിവരങ്ങൾ, ഒരു ക്രൈമിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. കിട്ടുന്ന വിവരങ്ങൾ വെച്ച് FIR ഇടാം. പക്ഷേ ഈ FIR ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ വായിച്ച് അങ്ങ് കേട്ട് കാണും, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിക്ക് ഗുണകരമാവുകയല്ലേ ചെയ്യുക? അത് FIR എന്ന് വെച്ച് കഴിഞ്ഞാൽ സംക്ഷിപ്ത രൂപമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ FIS. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഉദ്യോഗസ്ഥർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. ചിലപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ പ്രസൻസിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും, റേപ്പ് ഒഫൻസ് എല്ലാം ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം അതിൽ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ചെറിയ സംക്ഷിപ്തമായിട്ടാണ് FIRൽ കാണുള്ളൂ. അത് ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണില്ല. ആ 161 ഹിറ്റ് ചെയ്യാത്ത 154 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് പഴയ CRPC അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, പുതിയ BNS അനുസരിച്ചിട്ടുള്ള 156 ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അതിൽ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഇത് ആരെയും സഹായിക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. സഹായിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളവർ അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളത്, ഇപ്പം നടന്നത് അങ്ങനെയാണോ നടന്നതല്ലയോ അങ്ങനെ അല്ലയോ എന്നുള്ളത് ഇവർ പറയുന്ന ഒരു
any sexual intercourse, unfortunately or fortunately, it happens in secrecy and in isolation. Two parties. ഇപ്പോൾ വലിയ വേറെ സംഭവങ്ങളൊന്നുമില്ലല്ലോ, രണ്ടുപേര് തമ്മിലുള്ള കൺസെൻഷ്വൽ ആയിട്ടോ കൺസെൻഷ്വൽ അല്ലാതെയുള്ള ഇൻ്റർകോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഗ്യാങ് റേപ്പ് ഒന്നും അല്ലാത്ത സാഹചര്യങ്ങളിൽ അത് നടക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാങ് ഇൻ്റർകോഴ്സസ് അല്ലാത്ത സാഹചര്യങ്ങളിൽ അത് നടക്കുന്നത് രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഒരാൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റേ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടതി രണ്ടിനെയും നോക്കേണ്ടി വരും. അത് രണ്ടിനെയും നോക്കുമ്പോൾ ആ പറഞ്ഞ സാധനത്തിൽ നിന്ന് കോടതിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ ലേ ഡൗൺ ചെയ്ത ജഡ്ജ്മെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ആ സെക്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം വെച്ചിട്ടാണ് നോക്കുക. അത് നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ചിലപ്പോൾ റീഡ് ചെയ്ത് കാണാൻ പറ്റും, കുറച്ചെല്ലാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ചില സാധനങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ബാക്കിയുള്ള സാഹചര്യങ്ങളും കൂടി നോക്കിയിട്ട് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാമാണ് നോക്കണം. അതിനുള്ള സമയമായിട്ടില്ല. പല പല കാര്യങ്ങൾ നോക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ടോ, വീഡിയോ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് വീഡിയോ പിടിച്ചത് ഇവർ രണ്ടുപേരും കൂടിയാണോ, ഇതെല്ലാം പലതും കാണേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ, അത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നോക്കേണ്ടി വരും. ആ നോക്കുന്ന സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വിവാഹിതയായ സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധത്തെ പിന്നീട് റേപ്പായി വ്യാഖ്യാനിക്കുന്നത് പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഈ വിവാദം ഉണ്ടായതിനു ശേഷം തന്നെ 5-ലധികം അത്തരം ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടി വെളിച്ചത്തിൽ വേണ്ട ഈ കേസ് നമ്മൾ വായിക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാണുള്ളൂ. കോടതി ജസ്റ്റിസ് നാഗരത്നയുടെയും ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെയും ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ ഹൈക്കോടതിയുടെ ആണെങ്കിൽ തന്നെ പല ജഡ്ജ്മെൻറ്റ്സിലും അത് പല കേസുകളിലും അത് പറഞ്ഞു പോയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം കൊടുത്ത് നടക്കുന്ന റേപ്പുകളിലാണ് അത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നീട് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നത് തന്നെ നമ്മുടെ കോമൺ സെൻസിന് ഉതകുന്നതല്ല എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു കാര്യം, എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹം കഴിച്ച ഒരാൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടു, രണ്ടുപേരും കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടു. സബ്സിക്വൻ്റ്ലി ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള അധികാരം രണ്ട് പേർക്കും, രണ്ട് പാർട്ടീസിനും ഇല്ല എന്ന് നമുക്ക് ഒറ്റ ഇതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ സാഹചര്യമാണോ എന്നുള്ളത് കൂടി നോക്കട്ടെ. ഈ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പല ജഡ്ജ്മെൻറ്റ്സ്, ഉമേഷ് അടക്കം വന്നിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന കേസുകളിൽ റിലേ ചെയ്തിരിക്കുന്ന DPP വേഴ്സസ് മോർഗൻ ഉണ്ട്. ആ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വൈഫ് ഹസ്ബൻഡിൻ്റെ കൂടെ വേറെ പലരോടും സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നോ പറയുന്നത്. ഇൻ്റർകോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ പറഞ്ഞ നോ ഈസ് ഇനഫ്, അത് മതി എന്നുള്ളതാണ്. രണ്ടു പേർക്കും വരാവുന്നതാണ്. ഇപ്പം നമ്മൾ പല കേസുകളിലും ഫൈറ്റ് ചെയ്യുന്ന, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. രാഹുൽ പലപ്പോഴും പുരുഷ റൈറ്റ്സ് എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുലിൻ്റെ പോയിന്റ് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ അക്യൂസ്ഡിൻ്റെ കാര്യമല്ല പറഞ്ഞത്, രാഹുൽ ഈശ്വറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പോയിന്റ് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഡിസ്കഷനിൽ പോലും പല റിലീജിയസ് കളേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ചെയ്യരുത്. അത് മീഡിയ വൺ എന്താ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ചാനലാണ്, അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ അതിലേക്ക് പറയണ്ട. രാഹുൽ ഈ മെൻസ് റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് അറിയാം. എല്ലാ കേസിലും നമ്മൾ ഇത്ര വെഹമനാവേണ്ട കാര്യമില്ല. ചില കേസുകളിൽ, ഈ കേസിലാണോ അതൊന്നും നമുക്ക് അറിയില്ല. ഈ കേസിൽ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ഇൻ്റർപ്രിട്ടേഷൻ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു കുട്ടി കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരാണ് കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ വരുമ്പോൾ, അത് എക്സ്ട്രാ മാരിറ്റൽ ഇൻ്റർകോഴ്സിൽ വരുമ്പോൾ അത് എപ്പോഴും കൺസെൻഷ്യൽ ആയിരിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻസ്റ്റൻസ് കൺസെൻഷ്യൽ ആവാം, സെക്കൻഡ് ഇൻസ്റ്റൻസും കൺസിഡർ ആവാം, തേർഡോ ഫോർത്തോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്നതിനാണ് നമുക്ക്, അതിനാണ് മെച്യൂരിറ്റി പറയാൻ പറ്റുള്ളൂ. ഓരോ ഇൻസ്റ്റൻസിലും ഞാനത് അല്ല വേണ്ടല്ലോ, റെട്രോസ്പെക്റ്റീവ് അല്ലല്ലോ. ഞാൻ ആ ഇൻസ്റ്റന്റേനിയസാണ് പറയുന്നത്. ആ ഇൻസ്റ്റന്റിൽ മനസ്സിലാക്കാൻ പറ്റണം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഉദ്ദേശം എന്താണ്, അവർക്ക് അതിൽ കൺസെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോകരുതെന്ന്. അത് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അന്ന് കൺസെന്റ് കൊടുക്കണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അതിലേക്ക് എത്താൻ പറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റന്റേനിയസ് കൺസെന്റിന്റെ കാര്യം പറയുമ്പോൾ അതും
പുരുഷവിരുദ്ധമെന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അത്രമാത്രം അല്ല, അങ്ങനെ മനുഷ്യവിരുദ്ധമാണെന്ന് കൂടി ഞാൻ ആലോചിക്കുകയാണ്. ഒരു ഓഷോയുടെ ഒരു പഴയ തമാശ ഓർമ്മ. അതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് മീഡിയ വണ്ണും കൂടി പറയേണ്ട കാര്യം എന്താ? അത് മോശമായി. അത് രാഹുൽ കുറച്ച് അമിതാവേശം കാണിക്കുന്നതാണ്, ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട്. ഓക്കെ അതിനൊരു സ്പേസ് കൊടുക്കാൻ രാഹുലിന് അങ്ങനെയുള്ള ഒരു കേസിൽ സ്പേസും കൊടുക്കാൻ പറ്റില്ല. അജിൻസ് അത് റെസ്ട്രിക്ട് ചെയ്യണമായിരുന്നു എന്റെ അഭിപ്രായത്തിൽ. ശരി ശരി, ആവശ്യമില്ല. രാഹുൽ അങ്ങനെ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ചാപ്പയടിക്കാനുണ്ട്. ഇനി രാഹുൽ കൂടി ചാപ്പയടിക്കണ്ട. ഓക്കെ, എനിക്ക് സമയം പോയി. ഷാനിബ്, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഈ അലിഗേഷൻസ് കുറേ മാസങ്ങളായി, 2-3 മാസമായി എയറിലുണ്ട്. അങ്ങനെ എയറിലുള്ള ഒരു അലിഗേഷനിൽ ആ ഇര വന്ന് പരാതി കൊടുക്കുമ്പോൾ അത് കുറെ കൂടി സൂക്ഷ്മമായി ഒരു FIR ഇടാനെങ്കിലും പോലീസിന് കഴിയേണ്ടതാണ്. ഇതിൽ ഈ FIR വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് കൺസെൻഷ്യൽ സെക്സ് ആണോ റേപ്പാണോ എന്നുള്ള വ്യക്തതയില്ല, വെയ്ഗാണ്. അത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇന്നലെ തന്നെ ഈ മീഡിയയുടെ തന്നെ ചർച്ചയിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് KL കുമാർ ഒരിക്കൽ പോലും 1 മണിക്കൂർ ചർച്ചയിൽ ഒരിക്കൽ പോലും റേപ്പ് എന്ന വാക്കോ ബലാത്സംഗം എന്ന വാക്കോ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് അത് ഞാൻ ഉപയോഗിക്കില്ല, അത് നിയമപരമായ കാര്യമാണ്, ഞങ്ങൾ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹം ആ സൂക്ഷ്മത കാണിക്കുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ടാണ്, അദ്ദേഹം ആ FIR വായിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു FIR എഴുതി എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസ് തെളിയിക്കും പോലീസ്? എനിക്ക് കുറേ സമയം ചർച്ച ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എക്കോയും കേൾക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് ചർച്ചയിൽ പിന്നീട് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങ് ചോദിച്ചത് ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും അതിൻ്റെ സെക്ഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ചർച്ചയിൽ വക്കീലും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഈശ്വർ ഇവിടെ എന്താണ് ഇത്രയും സമയം ഞാൻ നേരത്തെ സംസാരിച്ചതിൽ അദ്ദേഹം എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ലാസ്റ്റ് വക്കീൽ തന്നെ പറഞ്ഞു, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ദിവസം ഒരു 150 തവണ ഇവർ അങ്ങനെ ബന്ധപ്പെട്ടു വിചാരിക്കുക. 151ാമത്തെ തവണ ആ പെൺകുട്ടി പറയാണ് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കൺസെൻ്റ് അവിടെ അവസാനിച്ചു. ഇതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആ പെൺകുട്ടി വിവാഹവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട ചില പരാതികളും ചില സങ്കടങ്ങളും വിഷമങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ MLAയോട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ ഈശ്വറിനോട് ഒരു പെൺകുട്ടി ഇങ്ങനെ പരാതി പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടാക്കിയിട്ടാണോ ആ പ്രശ്നം പരിഹരിക്കുന്നത്? ആ പെൺകുട്ടിയുടെ അവസ്ഥ ചൂഷണം ചെയ്ത് ആ പെൺകുട്ടിയെ അല്ലാതെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചില്ല. അതാദ്യം മനസ്സിലാക്കിക്കോ കേട്ടോ. MLAയോട് പരാതി പറയുന്നത് MLA ഓഫീസിൽ പോയിട്ടാണ്, അല്ലാതെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചല്ല പരാതി പറയേണ്ടത്. ബസന്ത, ഞാൻ പറഞ്ഞോട്ടെ. അവരോടല്ല പരാതി പറയുന്നത്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണോ? ഞാനൊന്ന് പറയട്ടെ. അല്ല രാഹുലേ, വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പറഞ്ഞത് തീവ്രത കുറവാണ്, രാജിവെക്കേണ്ടത്. സതീദേവിയുടെ നിലപാടെന്താ? ശരി ഷാനിം പൂർത്തിയാക്കൂ. ബസന്ത, ഞാനെന്റെ പോയിന്റ് പറയട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ ബേജാറാവുന്നത്? ഒരു വൃത്തികെട്ടതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാദിക്കുന്നത്? ഒരു സൈക്കോപാത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാദിക്കുന്നത്? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പരാതി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്ക് വഴി പരാതി പുറത്തായി കുറ്റം. ഞാൻ പറയുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്താലും അത് കുറ്റമാവുകയാണ്. ആ പെൺകുട്ടി എന്തിനാ ഇപ്പം പരാതി കൊടുത്തത്? അത് കുറ്റം. പരാതി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതായിരുന്നു കുറ്റം. ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും കൂടി ആ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കി. ഞാൻ അംഗീകരിക്കുകയാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ കുഴപ്പങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളെക്കാളും അതിനേക്കാളൊന്നുമല്ല ഇനി ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്നത്. അത്രമേൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വറും ബസന്തും നമ്മളെല്ലാവരും കൂടി ആ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക. ഇനി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറ. ഇനി നിങ്ങൾ പറ, ഈ സൈക്കോപാത്തിനെ കുറിച്ച് പറ. ആ സൈക്കോപാത്ത് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം? ആ പെൺകുട്ടി മുഴുവൻ ചെയ്തത് തെറ്റാണ്. ഫേസ്ബുക്കിൽ പരാതി കൊടുത്തത് തെറ്റാണ്. ആ പെൺകുട്ടി വോയിസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് തെറ്റാണ്. റെക്കോർഡ് ചെയ്തത് തെറ്റാണ്. എല്ലാം തെറ്റാണ്. കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് തെറ്റാണ്. എല്ലാം തെറ്റാണ്. ശരി, ആ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്ക്. ഇനി പറ, ഇനി ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു MLA ആയിരിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടി അത്തരം സങ്കടങ്ങൾ പറയുമ്പോൾ ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാനോ വേണ്ടത്? ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയാണോ വേണ്ടത്? എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ് ഇപ്പം രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു, അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ എന്തിനാ കുഞ്ഞിന് അബോർഷൻ നടത്തുന്നത്?
ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ, വിവാഹം കഴിച്ചതാണെന്ന് അപ്പോൾ തന്നെ ബോധ്യമാണല്ലോ, പിന്നെ എന്തിനാ കുഞ്ഞുണ്ടാക്കണമെന്ന് പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ അയാൾ പറയണം അതെന്റെ കുഞ്ഞല്ല എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ വൃത്തികേടുകൾക്കും ഈ സമൂഹം നോക്കി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കേസാണെന്ന് ഓർക്കണം, ബാക്കി 15 കേസുകൾ വേറെ ഉണ്ട്. അത് ഞാനല്ല പറയുന്നത്. എനിക്ക് ഇവിടുത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ വേറെ 15 കേസ് എവിടെയാണ് ഷാനിബ്? പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പരാതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേസൊന്നുമില്ല, ഒരു കേസും. ഞാനതാ പറയുന്നത്, അതാ പറയുന്നത്. ഞാൻ 15 കേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 15 സംഭവങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ്. ശരി ശരി ശരി. ഞാൻ പറയട്ടെ, കേസ് എന്ന് പറയുന്നത് 15 സംഭവങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ്. എന്റെ ബസന്ത ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ നമുക്ക് സമയം അവസാനിക്കാൻ ഷാനിബ് നിങ്ങൾ സംസാരിക്കാം. ഷാനിബ് എനിക്കൊരു കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഷാനിബ്, ഒരു പെൺകുട്ടിയെ രാഹുൽ കേരളം വിട്ടു പോയിട്ടില്ല. രാഹുൽ വക്കാലത്തൊപ്പിടാൻ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് എന്നാണ് വക്കാലത്തൊപ്പിട്ടതെന്ന് അഭിഭാഷണം പറയുന്നു. നിങ്ങൾ എന്താ അയാൾ അറസ്റ്റ് ചെയ്യാത്തത്? അയാൾ മുൻകൂർ ജാമ്യം കിട്ടിക്കോട്ടെ, അതുവരെ ഇതങ്ങ് തള്ളി കൊണ്ടുപോകാം. ചാനലുകളിൽ 8 മണി ചർച്ച ശബരിമലയിൽ നിന്ന് രാഹുലിലേക്ക് ഒതുക്കാം തെരഞ്ഞെടുപ്പ് വരെ എന്നാണോ നിങ്ങളുടെ പ്ലാൻ? ജനങ്ങളോട് പറയണം. ഷാനിബ്, ഞാൻ എന്റെ അജിംസ് ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധ്യമുണ്ട് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോഴെങ്കിലും ആ ബോധ്യം എന്താണ് എന്ന് പറയണം. ഒരു പെൺകുട്ടിയെ തെരുവിൽ അപമാനിക്കാൻ വിട്ടുകൊടുക്കരുത്. രാഹുൽ ഈശ്വറിനെ പോലെ ഒരു പെൺകുട്ടിയെ കേൾക്കുന്നുണ്ടോ? പറയൂ. എന്റെ ചോദ്യം, വക്കാലത്തൊപ്പിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടാണ് ഹാജരായതെന്ന് അഭിഭാഷണം പറഞ്ഞത്. അതായത് കേരളത്തിൽ തന്നെ ഉണ്ട് അയാൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലുണ്ട്, അയാൾ എവിടെയും പോയിട്ടില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിക്കോട്ടെ, അതുവരെ ഇതങ്ങ് തള്ളിക്കൊണ്ടുപോകാം. അപ്പോഴത്തേക്കും ഇലക്ഷൻ ആവും. അതുവരെ ചാനലുകളിൽ 8 മണി ചർച്ച രാഹുലായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ അങ്ങ് മുങ്ങിപ്പോവും. അത് നിങ്ങളുടെ പ്ലാനാണോ? അപ്പൊ എന്താ വേണ്ട, അയാൾ അറസ്റ്റ് ചെയ്യാനല്ലേ വേണ്ടത്? അല്ല, എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. അയാൾ എവിടെയും പോയിട്ടില്ലല്ലോ, അയാൾ ഒളിവിലൊന്നും അല്ലല്ലോ. കയ്യിൽ ഫോണുള്ളിടത്തോളം കാലം ഒളിച്ചു പോകാനൊന്നും കഴിയില്ല. എന്തായാലും ഇതൊരു കേസാണല്ലോ. എന്തായാലും ഇതൊരു പരാതിയാണല്ലോ, ഒരു കേസാണല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ജനപ്രതിനിധിയാണല്ലോ. എന്താണ് പോലീസ് തീരുമാനിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ വളരെ സങ്കീർണമായ ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷയം. 3 ദിവസമൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ശരി, നന്ദി. വസന്ത തെങ്ങുംപള്ളിയൊക്കെ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ ഇത്രയും സംസാരിച്ചത്.